വീട്ടമ്മയെ ഇല്ലാണ്ടായി കഴിഞ്ഞാലുള്ള അവസ്ഥയെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? അവരുള്ളപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതാണ് ഏറ്റവും സുന്ദരമായത്. കാരണം അവരില്ലാത്തവർക്കേ അതിൻ്റെ വേദനയും വിഷമവും സങ്കടങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ. പലപ്പോഴും ഞാനത് അറിയാറുണ്ട്. എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോൾ അത് കാണാനും അതൊക്കെ ഒന്ന് പറഞ്ഞു കരയാനും അവരുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓർക്കാറുണ്ട്. പക്ഷെ ഈ വീട്ടമ്മ എന്ന ജോലി അല്ലെങ്കിൽ ഈ ഒരു കടമ ഞാൻ ചെയ്യുമ്പോൾ പലപ്പോഴും എൻ്റെ ആ സങ്കടങ്ങൾ ഞാൻ മറക്കാറുണ്ട്. എൻ്റെ ജോലി ചെയ്യുമ്പോഴും എൻ്റെ മക്കളെ നോക്കുമ്പോഴും എൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഒക്കെ. അപ്പം അതാ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒക്കെ തലയിലേറ്റി ഇത് അടുക്കളയിലേക്ക് വരികയാണ്. അതൊരു ഭാരമല്ല കേട്ടോ, അതെൻ്റെ കടമയാണ്, ഞാൻ ചെയ്യാറുണ്ട്. ഒരിക്കലും വീട്ടമ്മ എന്നുള്ളൊരു ജോലി അല്ലെങ്കിൽ അതൊരു ജോലി എന്ന് പറയാൻ പറ്റില്ല, അതൊരു കടമ തന്നെയാണ്. അതൊരിക്കലും ഒരു ഭാരമായിട്ട് തോന്നാറില്ല, അത് ബോറടിപ്പിക്കുന്നതും ആവാറില്ല. മനസ്സുകൊണ്ട് ഇഷ്ടത്തോടു കൂടെയാണ് ചെയ്യുന്നതെങ്കിൽ. നമുക്ക് എപ്പോഴാണ് ബോറടിക്കുന്നത്? ഭയങ്കരമായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് റിപ്പീറ്റേഷൻ അത് തന്നെ ചെയ്ത് വരുമ്പോഴാണ്. പക്ഷെ അത് മാക്സിമം നല്ല രീതിയിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന പോലെ നമ്മൾ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കറി വെക്കുന്നതാണെങ്കിലും വീട് വൃത്തിയാക്കി ഇടുന്നതാണെങ്കിലും, ഇപ്പം നിങ്ങൾ ഓർക്ക് വീടൊക്കെ വൃത്തിയാക്കിയിട്ടിട്ട് ആര് കാണാൻ? അങ്ങനെയല്ല, നമ്മുടെ മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇല്ലേ? അപ്പം അതൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ വീട്ടമ്മ എന്നുള്ള ജോലി അല്ലെങ്കിൽ ആ ഒരു കടമ ഉത്തരവാദിത്വം ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും നമുക്ക് ബോറാവില്ല. അപ്പോൾ കഥകളും ഇങ്ങനെയൊക്കെ പറഞ്ഞതാ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ ജനലൊക്കെ വന്ന് തുറന്നിട്ടു. നമ്മുടെ മണി പ്ലാന്റൊക്കെ അധികം വെള്ളമൊന്നും ഇപ്പോൾ വേണ്ട, ആവശ്യത്തിന് വെള്ളമൊക്കെ ഇപ്പോൾ ഓൾറെഡി അതിൽ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വാടി നിന്ന ഇലയൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. അപ്പോൾ തലേ ദിവസം കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കടല ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ്. ഒരിടയ്ക്ക് ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു ഗോതമ്പിൻ്റെ വെള്ളയപ്പം. അപ്പോൾ ഞാനതൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷനായിട്ടാണ് ഞാൻ കടല കറിയാക്കാന്ന് ഓർത്തത്. അപ്പോൾ കടലക്കറി വെക്കാൻ വേണ്ടി തലേ ദിവസം കുതിർത്തി വെച്ച കാര്യം പറഞ്ഞു. ഇപ്പോൾ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. എൻ്റെ അപ്പൂപ്പൻ കുക്കറാണ് കേട്ടോ. അതിൻ്റെ പിടിയും വടിയും നടു ഓടിയൊക്കെ പോയിരിക്കുകയാണ്. എന്നാലും ഞാനത് കളയില്ല, എനിക്ക് കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഉള്ള സാധനമാണ്. അപ്പോൾ അതിലേക്ക് ഒരു സവാള, ഒരു പകുതി തക്കാളി, ഒരു 3 പച്ചമുളക് ഇടുക. അതിൻ്റെ പുറകെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത ശേഷം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്താൽ നല്ലതാട്ടോ. അതും കൂടി ചേർക്കുക. കുറച്ച് വേപ്പിലയും കൂടി ഇടുക. എന്നിട്ട് അത് അടച്ചു വയ്ക്കുക. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കടലയിൽ ഞാനൊരു 6 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. അങ്ങ് പെട്ടെന്ന് വേകുന്ന ഒരു ടൈപ്പ് കടലയായിരുന്നില്ല. ഒരു 4 വിസിൽ സാധാരണ കേൾക്കുമ്പോൾ വേകാറുണ്ട്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. പുറത്ത് നല്ല തകൃതിമിയായിട്ടുള്ള, എന്താ പറയുക, തകൃതിമിയോ അങ്ങനെയല്ലേ പറയാം, എന്തെങ്കിലും ആവട്ടെ, നല്ല മഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ അസല് മഴയാണ്. അപ്പം നമ്മൾ മഴയുടെ ബുദ്ധിമുട്ടുകളും ദുരന്തപ്പെയ്ത്തുകളൊക്കെ നമ്മൾ TV-യിൽ ന്യൂസിലൂടെയൊക്കെ കാണാറുണ്ട്. ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ഈ ഭാഗത്തൊന്നും അങ്ങനെ ബുദ്ധിമുട്ടുന്നില്ല. ഏട്ടനൊക്കെ ജോലിക്ക് ബാങ്കിൽ പോകുന്ന സമയത്ത് ബൈക്കിലൊക്കെ പോകുമ്പോൾ പറയും വെള്ളക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയും. നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ മഴ അവിടെ അങ്ങനെ പെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ശമനം ഉണ്ടാവട്ടെ അല്ലേ. എപ്പോഴും ഇങ്ങനെ മഴയിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പോൾ ചായക്കുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. മഴയത്ത് നമുക്ക് ഒരു കട്ടനടിക്കാം. അപ്പോഴേക്കും നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാനുള്ള തേങ്ങ പൊട്ടിക്കുകയാണ്. മിക്ക വീട്ടമ്മമാരുടെയും രാവിലത്തെ ആദ്യത്തെ കുടിക്കുന്നൊരു സാധനം ചിലപ്പോൾ കട്ടൻ ചായയേക്കാൾ കൂടുതൽ ആദ്യം കഴിക്കുന്നത് തേങ്ങ വെള്ളമായിരിക്കും. കാരണം നമ്മൾ രാവിലെ കിച്ചണിൽ ദോശയ്ക്കൊരു ചമ്മന്തിയോ പുട്ടിനൊരു വറുത്തരച്ച കടലക്കറിയോ ഒക്കെ വെക്കാൻ വേണ്ടി നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വെള്ളം ഇല്ല, അപ്പോഴേക്കും നമ്മുടെ മക്കളൊന്നും എണീറ്റിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ചിലപ്പോൾ ആ വെള്ളമായിരിക്കാം നമ്മൾ ആദ്യം കുടിക്കുക. നല്ലതാട്ടോ, നമ്മുടെ വയറിന് ശരീരത്തിനൊക്കെ തേങ്ങ വെള്ളം നല്ലതാ. അപ്പോൾ കടല അവിടെ വേകുന്നുണ്ട്, ചായക്കുള്ള വെള്ളം തിളക്കുന്നുണ്ട്. നമുക്കിതാ വെള്ളയപ്പത്തിന് വേണ്ടിയിട്ടുള്ള തേങ്ങ നമുക്ക് ചിരകിയെടുക്കാം. ഈ റെസിപ്പി ഇപ്പൊ ഞാൻ എൻ്റെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അത് ഉള്ളതും ഉണ്ട്, ഇല്ലാത്തതും ഒക്കെ ഉണ്ട്. ഞാൻ അപ്പോൾ എൻ്റെ ഒരു ഐഡിയ വെച്ച് ഏകദേശം നമ്മൾ സാധാരണ പാലപ്പം വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കിയില്ലേ അരിപ്പൊടിയുടെ, അപ്പൊ അത് തന്നെ മനസ്സിൽ കണ്ടിട്ട് അതിന് പകരം ഗോതമ്പൊടി ഇട്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ തേങ്ങയൊക്കെ ചിരണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. ഇരുന്ന് കുടിക്കാൻ നേരമുള്ളപ്പോഴേക്കും ഏട്ടൻ എണീറ്റ് വന്നു കേട്ടോ. മഴയുടെ ആ ഒരു തീവ്രത കൂടിയപ്പോഴത്തേനും ആള് ന്യൂസ് വയ്ക്കാൻ വേണ്ടി എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടി എണീറ്റ് വന്നത്. ഈ ടിന്ന് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചാണ്. ഇതിപ്പോൾ 6 എണ്ണം ഉണ്ട്. ഇതേപോലെ
ഇതേപോലത്തെ 6 എണ്ണവും കൂടി ഉണ്ട്. അതായത് ടോട്ടൽ 12 എണ്ണം. വളരെ വിലക്കുറവാണ്, 390 അത്രേ വരുന്നുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർ മേടിച്ചോളൂ കേട്ടോ. ഏകദേശം 1 കിലോ ഉള്ള ഐറ്റംസ് നമുക്ക് ഇതിൽ കൊള്ളും. പിന്നെ പൊടികളൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ തട്ടി തട്ടി കൊടുത്ത് നമുക്ക് അതിൻ്റെ അകത്ത് അത്യാവശ്യം അത് ഹോൾഡ് ചെയ്യിക്കാൻ പറ്റും. അപ്പം നല്ലതാണ്, നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് മിഡിൽ ക്ലാസ്സുകാർക്കൊക്കെ എന്നെ പോലുള്ളവർക്കൊക്കെ അത് അത്യാവശ്യമാണ്. എനിക്കത് അത്യാവശ്യമായിരുന്നു. അപ്പോൾ നമുക്കതൊക്കെ ഇങ്ങനെ പൊടികളൊക്കെ ഇട്ട് വെക്കാനായിട്ട് 1/2 കിലോ 1 കിലോ ഒക്കെ മേടിക്കുന്ന സാധാരണക്കാർക്ക് ഇങ്ങനെയുള്ള ടിന്നുകളൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊരു 12 എണ്ണത്തിൻ്റെയാണ് ഒരു സെറ്റ്. അപ്പം ഞാനത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഗോതമ്പിൻ്റെ വെള്ളയപ്പത്തിന് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി മിക്സിയുടെ വലിയ ജാറിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് തേങ്ങ, 1/2 കപ്പ് റവ, ഇത്രയാണ് നമ്മൾ അതിലേക്ക് ചേർക്കുക. ചോറ് വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ റവ എന്ന് പറഞ്ഞാൽ നമ്മുടെ റവ പുട്ടുപൊടി ഇല്ലേ, തരിപ്പുട്ടുപൊടി, പൊൻകതിറിൻ്റെയൊക്കെ പുട്ടുപൊടി, അതാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക, ഈസ്റ്റ് ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ എന്തൊക്കെയാണെന്ന് കൂടി പറയാം. ഗോതമ്പിൻ്റെ പൊടി, തേങ്ങാപ്പീര, റവ നമ്മുടെ റവ പുട്ടുപൊടിയാണെങ്കിലും മതി, ആവശ്യത്തിന് ഉപ്പ്, ഈസ്റ്റ്, പഞ്ചസാര, വെള്ളം, ഇത്രയും ചേർക്കുക. നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരിക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരയ്ക്കുക. നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു ഗോതമ്പ് ദോശയുടെ ഒക്കെ ഒരു പരുവത്തിൽ എടുക്കുക. പക്ഷെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല മധുരവും നല്ല ആ ഒരു വെള്ളയപ്പം കഴിക്കുമ്പോൾ ഉള്ളൊരു ക്രിസ്പിനെസ് വേണമെന്നെങ്കിൽ ചൂടോടുകൂടി തന്നെ കഴിക്കണം. ഞാൻ കുറച്ച് വൈകിയാണ് കഴിച്ചത്, അപ്പോൾ എനിക്ക് അത്രയ്ക്കൊരു ക്രിസ്പിനെസ് ഫീൽ ചെയ്തില്ല. പക്ഷെ എന്നാലും സാധനം അടിപൊളിയാണ്. അപ്പം നമുക്ക് കടല അവിടെ വേകുന്നുണ്ട്. വെള്ളയപ്പത്തിനുള്ള ഈ മാവ് നമുക്ക് ആ ജാറിൽ തന്നെ ഞാൻ അവിടെ പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂർ കൊണ്ട് ഈ സംഗതി പൊങ്ങി കിട്ടും. അപ്പോഴേക്കും നമുക്കിതാ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചതച്ചെടുക്കാം. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും കൂടി ചതച്ചവിടെ വെച്ചിട്ടുണ്ട്. ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇതാ ഒരു 10 കടല ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് അരച്ചെടുക്കും. നമ്മുടെ കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് കടലപ്പൊടി ഉണ്ടെങ്കിൽ ഒന്ന് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആ കറിയിലേക്ക് ഇതിന് പകരം ഒഴിച്ചാൽ മതി. പക്ഷെ ഞാൻ കടലപ്പൊടി എടുത്തില്ല, കടല തന്നെയാണ് എടുത്തത്. അപ്പോൾ നമുക്കിനി കടലക്കറി ഉണ്ടാക്കാം. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയൊക്കെ കിട്ടുമ്പോഴല്ലേ കുറേ കൂടി സന്തോഷം. നമുക്കിപ്പോൾ സ്കൂളിലൊക്കെ കുട്ടികളെ രാവിലെ വിടുമ്പോൾ കുറേ പ്രോസസ്സുള്ള കറികളൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര നേരം പിടിക്കണം. ഇതാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് എന്ന് പറഞ്ഞ കാര്യം കഴിയും. അപ്പോൾ ഇതാ കടുക് പൊട്ടിക്കുക, നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഈ സംഗതികളൊക്കെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വേപ്പില ചേർക്കുക. വേപ്പില എത്ര ഇടുന്നു അത്രയും ടേസ്റ്റാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു കുന്നിടാനല്ല, നമ്മൾ ഇട്ട് കൊടുക്കുക വേപ്പില ആവശ്യത്തിന്, പിശുക്കി ഇടാണ്ടിരിക്കുക. അതിലേക്ക് നമ്മളിതാ പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇറച്ചി ജീരകം എന്നൊക്കെ പറയും, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറയണതാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ അവിടെ എങ്ങനെയാണ് പറയണമെന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അതിലേക്ക് ഇതാ ആവശ്യത്തിന് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ടത് കുരുമുളക് പൊടി. ഞാൻ ഇതിനകത്ത് മുളക് പൊടി ഇട്ടിട്ടേ ഇല്ല കേട്ടോ. മുളക് പൊടി എന്ന് പറയുന്ന സാധനമേ ഇട്ടിട്ടില്ല. കുരുമുളകിൻ്റെയും പിന്നെ പച്ചമുളകിൻ്റെയും ഒരു എരിവും അതുപോലെ തന്നെ മസാലയുടെ ആ ഒരു ഇതുണ്ടാവുമല്ലോ, ആ ഒരു ഫ്ലേവറുമാണ് ഇതിനകത്ത് കൂടുതൽ നിൽക്കുന്നത്. അതൊന്നും പൊടികളൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ആ പകുതി തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വഴണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിൽ നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ഉടഞ്ഞു ഒരു പരുവത്തിൽ വരണം. അപ്പോഴേ നമുക്ക് അതിലേക്ക് കടല വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഈ കടല എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം മസാലപ്പൊടികളെല്ലാം ഇട്ടിട്ടാണല്ലോ വേവിച്ചിരിക്കണേ. അപ്പം നമ്മൾ കൂടുതൽ മസാലപ്പൊടി അതങ്ങനെ മുരിയിക്കുന്ന സമയത്ത് ഇടണം എന്നില്ല, ഭയങ്കര കുത്തലായിരിക്കും. അപ്പം അത് കുറേശ്ശെ ഇട്ടത് നന്നായിട്ട് ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഒരു കുറച്ച് കടല എടുത്തിട്ട്, ഇപ്പം നമ്മൾ 10 കടല എന്ന് പറയുമ്പോൾ 10 കടല എണ്ണി എടുക്കുന്നതല്ല കേട്ടോ, ഒരു 2 തവണ കയ്യിൽ കോരി കിട്ടുന്ന, അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അങ്ങനെ ഒരു ഒഴുക്കിൽ പറയണതാ. അപ്പോൾ ആ കടല നമ്മൾ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ കടലയിൽ ഒരു ഇച്ചിരി കൂടി മിക്സിയുടെ ജാറിൽ ഇച്ചിരി കൂടി വെള്ളം ചേർത്ത് ഒന്ന് കുലുക്കിയെടുത്തതാണ്. അതിൻ്റെ പുറകെ കുറച്ച് ഗരം മസാല തൂവ, ഉടനെ തന്നെ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും വിഷയമൊന്നുമില്ല. ഒന്ന് ഇളക്കി കൂട്ടുക. അതൊന്ന് തിളച്ചു വരുമ്പോഴത്തേനും കുറച്ചുകൂടി വേപ്പല ഇട്ട് കൊടുക്കുക. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക, അടച്ചു വെക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ വേപ്പല ഇട്ട് കൊടുത്തിട്ട് ഉടനെ അടച്ചു വെക്കുകയാണെങ്കിൽ ആ കറിയിലേക്ക് ആ വേപ്പലയുടെ മണമൊക്കെ നന്നായിട്ട് ഇറങ്ങും. നമ്മൾ ഇടുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് കുറുന്ന് പറഞ്ഞൊന്ന് തിരുമ്മി കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നല്ല അടിപൊളി കടലക്കറി ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ടത് കുറുകിയ ചാറായിട്ട് വരും. അപ്പോൾ നമുക്കിനി ചായക്കുള്ള
പാല് കാച്ചിയെടുക്കാം. അപ്പോൾ ഇവിടെ ബാക്കി എല്ലാവരും ഒക്കെ എണ്ണീറ്റൊക്കെ വന്നിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു 3 ഗ്ലാസ് ചായക്കുള്ളതാണ്. കാരണം ജോക്കുട്ടൻ പാൽ ചായ കുടിക്കില്ല. അപ്പോൾ അവന് കട്ടൻ ചായയാണ്. അപ്പോൾ ഒരു 3-3.5 ഗ്ലാസിൻ്റെ അളവിലാണ് പാലെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. പുതിയ വെള്ളയപ്പച്ചട്ടിയാണ് കേട്ടോ. ഒരു തവണ ഉണ്ടാക്കി, എന്നാലും ഒരു തവണ ഉണ്ടാക്കിയ പഴയതാവില്ലല്ലോ. എന്നാലും എൻ്റെ പുതിയ വെള്ളയപ്പച്ചട്ടിയിൽ ഞാൻ എന്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ തേങ്ങ ഡയറക്റ്റ് ഇട്ട് അരയ്ക്കുന്നതാണല്ലോ. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് കരിയും. നമ്മൾ ഒത്തിരി നേരം നമ്മൾ സാധാരണ വെള്ളയപ്പത്തിന് നിൽക്കുന്ന പോലെ ഒന്നും വേഗട്ടെ എന്ന് പറഞ്ഞൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. 2 എണ്ണം എനിക്ക് അങ്ങനെ കരിഞ്ഞു പോയി. അതിൽ ധൃതി പിടിക്കുകയും ചെയ്തത്, അത് വേഗത്തില്ല. ഇതിപ്പോൾ ആദ്യത്തെ ഞാൻ ഇത്തിരി ധൃതി പിടിച്ചപ്പോൾ വെന്തില്ല എന്നല്ല, കണ്ടോ, പയ്യൊന്ന് വിട്ടുപോയി. പിന്നുള്ളത് ഞാൻ നോക്കിയാണ് ചെയ്തത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് എടുത്തത്. നമ്മളിതിപ്പോൾ തേങ്ങ ഉള്ളത് കൊണ്ട്, ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട്, അരച്ചിട്ടിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കുക. അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. നല്ല ടേസ്റ്റാണ്. കടലക്കറിയും ഗോതമ്പിൻ്റെ വെള്ളയപ്പവും അടിപൊളിയാണ്. അപ്പോഴേക്കും നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നു. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം കടുപ്പത്തിൽ ചായ കുടിക്കണതാണ് എല്ലാവർക്കും ഇഷ്ടം, എനിക്കും ഇഷ്ടം. അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ ഇട്ട് നമ്മുടെ നല്ല ചായ റെഡിയാക്കി എടുക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ടിട്ട്, നമ്മൾ ദോശ മറിക്കണ മാതിരി മറിക്കണ്ട, നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേനും ആയിട്ടുണ്ടാവും. ഒന്നും കൂടി ഒന്ന് മറിച്ച് ഒന്ന് മൊരിയിച്ചിട്ട് തിരിച്ചിടുകയാണ്. മക്കൾക്കും കൂടി കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ അതാ ഞാൻ പാൽ ചായയൊക്കെ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ കഴിക്കാനുള്ളതെല്ലാം മേശപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ജോക്കൂട്ടൻ എന്താ പല്ലൊക്കെ തേച്ചിട്ട് വന്ന് കുറേ പിന്നാലൊക്കെ പറഞ്ഞിരിക്കൂട്ടെ. രാവിലെ അവൻ എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ അവൻ്റെ കുഞ്ഞു ഭാഷയിൽ പറയും. അപ്പോൾ അതാ പപ്പയും മക്കളും കഴിക്കുകയാണ്. അവർ കഴിച്ചപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. ഞാൻ എടുത്തു വെച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് ജോലികളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നുണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ജോക്കുട്ടിന് ഇപ്രാവശ്യം തന്നെ കഴിച്ചു കേട്ടോ. അവന് ഇഷ്ടപ്പെട്ടു. ഒരു നേരിയ മധുരം ഉണ്ടല്ലോ, അപ്പോൾ അവനത് ഇഷ്ടമാണ്. എന്നാലും ഞാൻ കടലക്കറി കണ്ടോ കൊട്ടിക്കൊണ്ടിരിക്കണേ. അപ്പോൾ പിടങ്ങിയപ്പോൾ എൻ്റെ വായിലുണ്ട് അതാണ് കാണിച്ചത്. അപ്പോൾ അവിടെ ഇന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അവന് കട്ടൻ ചായയാണ്, ബാക്കി 2 പേർക്കും പാൽ ചായയും കൊടുത്തു. അപ്പം ഞാൻ എന്താ കഴിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിക്കുന്നത് നേരമായപ്പോഴത്തേനും വെള്ളയപ്പം ഗോതമ്പ് ദോശ മാതിരിയായി. പക്ഷെ എന്നാലും സൂപ്പറാണ്, ടേസ്റ്റാണ്. ചൂടോടുകൂടി കഴിക്കണം, അതാണ് ഇതിനേലും കുറച്ചും കൂടി ടേസ്റ്റ്. നമ്മൾ ചപ്പാത്തിയൊക്കെ നല്ല ചൂടോടുകൂടി, അല്ലെങ്കിൽ ഒന്ന് സാധാരണ വെള്ളയപ്പം ആണെങ്കിൽ തന്നെ നമ്മൾ ഇച്ചിരി ചൂടോടുകൂടി കഴിക്കത്തില്ലേ. അപ്പം ഞാനത് കഴിക്കട്ടെ കേട്ടോ. നല്ല കടലക്കറി ഗോതമ്പിൻ്റെ വെള്ളയപ്പം. അപ്പോൾ അതാ ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അപ്പം കറണ്ട് പോക്കാണ്. അപ്പം ഞാൻ അത് കഴിക്കുകയാണ്. ഞാനിത് കഴിക്കുന്ന നേരമായപ്പോഴത്തേനും മഴ ഒരു ഇച്ചിരി തോർച്ചയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് തുടങ്ങി. അപ്പോൾ മഴ കാരണം ബുദ്ധിമുട്ടുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.